അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ററാക്ടിങ് വിത്ത് സെർവർ റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ആംഗുലർ പേജ് ഒന്ന് നോക്കാം. നമ്മൾ HTTP ക്ലയൻറ്റിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പം ഇത് സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ HTTP റിക്വസ്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഏത് രൂപത്തിലാണ് കിട്ടുക? അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുക ഒബ്സർവബിളിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ ഈ ഒബ്സർവബിൾ രൂപത്തിൽ കിട്ടുമ്പം നമുക്ക് ചില ഹെഡേഴ്സിനെയോ സ്റ്റാറ്റസ് കോഡോ അല്ലെങ്കിൽ സ്പെസിഫിക്കലി അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കോഡ് വേണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെഡർ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ റെസ്പോൺസ് ഹെഡർ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് റൈറ്റ് ഒബ്സർവ് ഓഫ് റെസ്പോൺസ്. നമ്മൾ നേരത്തെ ഒബ്സർവ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഒബ്സർവ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റ് ജെയ്സൺ പോസ്റ്റ് എന്ന് പറയുന്ന നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട്. അതാ ഇവിടെ ഒബ്സർവ് റെസ്പോൺസ്. അതിനുശേഷം പോസ്റ്റ് റിക്വസ്റ്റ് കൺസോൾ ലോഗ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ടെസ്റ്റ് ഓൾ അടിച്ചു. അപ്പോൾ അത് കോൾ ചെയ്യും. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹെഡേഴ്സ് ഉണ്ട്, സ്റ്റാറ്റസ് കോഡ് എടുക്കാം, ടൈപ്പ് എടുക്കാം, URL എടുക്കാം, ബോഡി ഓഫ് ദി റിക്വസ്റ്റ് എടുക്കാം. അപ്പോൾ ആ പർട്ടിക്കുലർ റെസ്പോൺസ് എന്താണോ അത് ഫുള്ള് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ ഒബ്സർവ് ഓഫ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇനിയും റോ ഈവൻസ് ഉണ്ട്. ഇതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം ചെയ്ത് റെസ്പോൺസ് ഈവൻ. ഇനി അടുത്തത് ഈവൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇത്രയും നേരം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാറ്റിയിട്ട് ഇവിടെ ഒരു ഫയൽ പാസ് ചെയ്തായിരുന്നു. ഇതാ ഇവിടെ ഫോം ഡേറ്റ പോസ്റ്റ്. ഇവിടെ വന്നിട്ട് ഒബ്സർവ് ഓഫ് ഈവൻസ് കൊടുക്കാൻ പോവാണ്. കാരണം ഇവിടെ ഈവൻസ് ഉണ്ടാവും. ഒബ്സർവ് ഓഫ് ഈവൻസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ റിപ്പോർട്ട് പ്രോഗ്രസ് ട്രൂ കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് റെസ്പോൺസ് കിട്ടും, പക്ഷെ നമുക്ക് ഈവൻസ് വേണമല്ലോ. അപ്പം ഇവിടെ വരുന്നത് ഈവൻസ് ആയിരിക്കും, റെസ്പോൺസ് അല്ല. ഇവിടെ വരുന്നത് ഈവൻസ് ആണ്. ഈവൻസ് ഫ്രം പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഇനി നമുക്ക് നമ്മുടെ കോഡിംഗ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാം. ഇവിടെ വന്ന് ടെസ്റ്റ് ഓൾ പ്രസ് ചെയ്യുന്നു. എററുണ്ടോ? ഇല്ല, നമുക്ക് ഈവൻസ് ആണ് വരുന്നത്. ഈവൻസ് ഫ്രം പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 3-4 ഈവൻസ് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു തവണ പ്രസ് ചെയ്തിട്ടുള്ളൂ. ഈവൻസ് ഫ്രം റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് type 3, total 15, loaded 15, partial text, respond. ഇത് ലാസ്റ്റ് വൺ ഈവൻ റെസ്പോൺസ് ആണ്. ഇത് ഈവൻ ടൈപ്പ് 3 ആണ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ പാർഷ്യൽ, ലോഡഡ് 15, ടോട്ടൽ 15 ബൈറ്റ്സ് എന്തുമാത്രം പാസ്സായി എന്നൊക്കെ പറയുന്നതാണ്. ഇനി ഇവിടെ എന്ന് പറയുന്നത് URL ഡീറ്റെയിൽസ് ആണ്, സ്റ്റാറ്റസ് കോഡ്, അത് ടൈപ്പ് 2 ആണ്. HTTP ഈവൻസ് തന്നെ. ഇവിടെ ഞാൻ റെസ്പോൺസ് എവിടെ പോയി? എനിക്ക് HTTP ഈവൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് കേസ് നമുക്കിവിടെ എഴുതി നോക്കാം. സ്വിച്ച് ഇട്ടിട്ട് ഈവൻസ് ഡോട്ട് ടൈപ്പ്. കേസ് 0 ആണെങ്കിൽ റിക്വസ്റ്റ് സെൻഡ്, ബ്രേക്ക്. കേസ് 1 ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഇൻ പ്രോഗ്രസ്. കേസ് 1 എന്ന് പറയുന്നത് അപ്ലോഡ് പ്രോഗ്രസ് ആണ്. അതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം, HTTP ടൈപ്പ് ഡോട്ട് അപ്ലോഡ് പ്രോഗ്രസ്, അങ്ങനെ എഴുതാം. ഇവിടെ
HTTP event type dot send എന്ന് എഴുതാം. Case HTTP event dot response console dot log of response receive is events dot body break. Okay. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നോക്കിക്കോട്ടെ. ഇവിടെ ബ്രേക്ക് ഇട്ടു. This will ensure ഇവിടെ എക്സ്ട്രാ ഒരു സിമ്പൽ വന്നതാണ്. ആൻഡ് see events ഇവിടെ വേണ്ട. Let's go and see the difference. Request sent, response received. നമുക്ക് അപ്ലോഡ് പ്രോഗ്രസ് വന്നിട്ടില്ല. അപ്ലോഡ് പ്രോഗ്രസ് വരാതെ ചിലപ്പോൾ പ്രോപ്പർ ഫയൽ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. എനിവേ നമുക്ക് റിക്വസ്റ്റ് സെൻഡും റെസ്പോൺസ് റിസീവ്ഡും വന്ന് രണ്ട് ഈവൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഈ HTTP ഈവൻറ്റ് ടൈപ്പിനകത്ത് നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഈ ഈവൻസിനകത്ത് ഉള്ളതെന്ന് നോക്കാം. ഈവൻസിനകത്ത് നമുക്കുള്ളത് റിക്വസ്റ്റ് സെൻഡ് ഔട്ട് ടു ദ വയർ, സെൻഡ് ഓവർ ദ വയർ, അതായത് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, സെൻഡ് 0. An upload progress event was received. The fetch backend does not support fetch backend. Okay, നമ്മളിവിടെ fetch backend does not support. അപ്പോൾ നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. app.config.ts നകത്ത് ഞാൻ വിത്ത് ഫെച്ച് അടിച്ചിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടെ ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അപ്ലോഡ് ഈവൻറ്റ് വരുന്നുണ്ടോ നോക്കാം. അപ്ലോഡ് ഇൻ പ്രോഗ്രസ് വന്നു. അപ്പോൾ വിത്ത് ഫെച്ച് വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ഇൻ പ്രോഗ്രസ് ഈവൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മളിപ്പോൾ പിന്നീട് റെസ്പോൺസ് റിസീവ്ഡ് വന്നു. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊഡ്യൂൾ ഡോട്ട് ടി എസ്. അതെ, അപ്ലോഡ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈവൻറ്റ് ടൈപ്പ് 1 ആണ്. റെസ്പോൺസ് ഹെഡർ, സ്റ്റാറ്റസ് കോഡ് ആൻഡ് റെസ്പോൺസ് സ്റ്റാറ്റസ് കോഡ് ആൻഡ് ഹെഡേഴ്സ് were received, that is 2. ഡൗൺലോഡ് പ്രോഗ്രസ് ടൈപ്പ് 3, അതായത് റെസ്പോൺസ് ടൈപ്പ് 4, യൂസർ ഇസ് ഈക്വൽ ടു ടൈപ്പ് 5. ഈ യൂസർ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റർ എന്നോ ബാക്ക് എൻഡിൽ നിന്നോ കിട്ടുന്ന ഒരു കസ്റ്റം ഈവൻ്റ് ആണ് യൂസർ എന്നുള്ളത്. നമ്മൾ ഇന്റർസെപ്റ്റിൽ നിന്ന് നമുക്കത് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്റർസെപ്റ്റർ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ യൂസർ ടൈപ്പ് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ഈവൻസ് എന്നും എങ്ങനെയാണ് ഈവൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് കുറേയൊക്കെ പഠിക്കാനുണ്ട്. ടൈം ഔട്ട് ഉണ്ട്, കീപ്പ് ലൈഫ് കണക്ഷൻസ് ഉണ്ട്, HTTP കാഷിംഗ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിലായിട്ടായിരിക്കും ഞാൻ കവർ ചെയ്യുക. രണ്ട് സിമ്പിൾ ടോപ്പിക്സ് ആണ്. പറഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ആവശ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ്സ് എനിക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ എന്നൊക്കെ അറിയിക്കുക. അതിനോടൊപ്പം ഇനി അടുത്ത വീഡിയോ കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.